നമസ്തേ. നമ്മൾ ഇന്ന് ആഴ്ചഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് 5 മുതൽ 11 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ആദ്യം മേടക്കൂറ്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് ലഗ്നാധിപൻ ആയ ചൊവ്വ 6-ാം ഭാവത്തിൽ കന്യരാശിയിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു. ധനപരമായിട്ട് ബുദ്ധിപരമായിട്ടൊക്കെ ഗുണം ചെയ്യുന്നൊരു സമയമാണ്. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയം. വിദ്യാർത്ഥികൾക്കും ഗുണമാണ്. ഭൂമി പോലെയുള്ള കാര്യങ്ങളൊക്കെ നേടാവുന്ന സമയമാണ്. പിന്നെ ശുക്രനാണെങ്കിൽ 3-ൽ സഞ്ചരിക്കുന്നു. ധൈര്യം, ഉത്സാഹം ഇതൊക്കെ മേടക്കൂറുകാർക്ക് ഇപ്പോൾ വർദ്ധിക്കും. ധനപരമായിട്ടും ശുക്രൻ്റെ 3-ാം ഭാവത്തിലെ സ്ഥിതി ഗുണം ചെയ്യും. സഹോദര ഗുണം ഇതൊക്കെ ഉണ്ടാവും. വാഹനയോഗം ഇതൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് സഹോദരി സ്ഥാനത്തുള്ളവർക്കൊക്കെ ഗുണമാണ്. ധനപരമായിട്ടും ശുക്രൻ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണം ചെയ്യും. അപ്പോൾ ചൊവ്വയുടെയും ശുക്രൻ്റെയും സഞ്ചാരം മേടക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് ധനപരമായിട്ടൊക്കെ. ബുധൻ 4-ാം ഭാവത്തിൽ കർക്കിടകം രാശിയിൽ മാതാവിന് അത്ര അനുകൂലമല്ല. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണമാണ്. പിന്നെ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങൾക്ക് ചില വൈഷമ്യങ്ങളും ബുധൻ 4-ാം ഭാവത്തിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ മേടക്കൂറുകാർക്ക് ഉണ്ടാവാം. അത് കേസ് വരെയൊക്കെ എത്താം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ശത്രുക്കളുടെ ഇടപെടലുകൾ ഉണ്ടാവാം. കുടുംബത്തിലെ പങ്കാളിയുടെ പെരുമാറ്റം ചിലപ്പോൾ ചില മനോവൈഷമ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങളും ബുധൻ 4-ാം ഭാവത്തിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പൊതുവെ ഇവർക്കിപ്പോൾ വ്യാഴം 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നത് പോലെയുള്ള അവസ്ഥയായിരിക്കും. സന്യാസ തുല്യമായ ജീവിതം നയിക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരിക്കും. പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ ഭൗതിക സുഖങ്ങൾ കുറയ്ക്കും. 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങൾ കുറയും. കുറച്ച് സ്വാർത്ഥത വർദ്ധിക്കും. മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവും. പങ്കാളിക്കാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കേണ്ടി വരാം. എങ്കിലും 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വിദ്യാപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യും. മേടക്കൂറുകാർക്ക് 3-ൽ വ്യാഴവും 12-ൽ ശനിയുമാണ്. 12-ൽ ശനി സഞ്ചരിക്കുമ്പോൾ വിദേശ ഗമനം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ, അവിടെ അലച്ചിൽ. മീനം രാശിയിലായതുകൊണ്ട് അത്ര പ്രശ്നമല്ല. എങ്കിലും 12-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കാലിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാം. ഉദര രോഗങ്ങളൊക്കെ വരാം. അങ്ങനെയുള്ളപ്പോഴൊക്കെ ഡോക്ടറുടെ സഹായം തേടുക. പിന്നെ മീനം രാശിയിലാണ് ശനി 12-ാം ഭാവത്തിൽ. തീർത്ഥാടന കാര്യങ്ങൾക്കായിട്ട് ധനം ചിലവ് ചെയ്യുക. പിതാവിനത്ര അനുകൂലമല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 12-ൽ ശനി സഞ്ചരിക്കുമ്പോൾ നീച സംസർഗം മൂലമുള്ള ധനച്ചിലവുകൾ അത് ശ്രദ്ധിക്കുക. കൂട്ടുകെട്ട്, ആൺ സുഹൃത്തുക്കളായാലും പെൺ സുഹൃത്തുക്കളായാലും കൂട്ടുകെട്ട് അത്ര ശരിയാവില്ല. 12-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ധനം ചിലവ് ചെയ്യുന്ന അവസ്ഥകളുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക. രാഹു 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വീടുമായി ബന്ധപ്പെട്ടുള്ള ഗുണമാണ്. അറ്റകുറ്റപ്പണി നടത്തുക, വീട് വാങ്ങുക, വീട് വിൽക്കുക, ഭൂമി ലാഭം ഇതൊക്കെ ഉണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് രാഹു 11-ൽ സഞ്ചരിക്കുമ്പോൾ ഗുണം ചെയ്യും. ധനപരമായിട്ടും ഗുണം ചെയ്യും. 5-ാം ഭാവത്തിൽ കേതുവാണ്. അപ്പോൾ ഒരു കാര്യത്തിലും എടുത്തു ചാടി തീരുമാനങ്ങളോ പ്രവൃത്തികളോ ഉണ്ടാവാതിരിക്കുക. സന്താനങ്ങൾക്ക് അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അത്ര അനുകൂലമല്ല 5-ാം ഭാവത്തിലേക്ക് കേതു സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. 3-ാം ഭാവത്തിലാണ് വ്യാഴം. ദൈവാധീനം കുറവുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ടും അത്ര അനുകൂലമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അതിന് ചികിത്സ തേടുക. അടുത്ത ഇടവക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. കാർത്തികയുടെ അവസാന 3/4 ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. 5-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു. അത് 12-ാം ഭാവാധിപനും കൂടിയായതുകൊണ്ട് ഇവർക്കിപ്പോൾ 2-ലെ വ്യാഴവും ശുക്രനൊക്കെ ഉണ്ടെങ്കിലും ചൊവ്വ 5-ാം ഭാവത്തിലാണ്. പൂർവ്വ പുണ്യസ്ഥാനത്ത് ചൊവ്വ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ധനവരവിന്, നമ്മുടെ പ്രവർത്തികൾക്ക്, നമ്മുടെ മനോധൈര്യത്തിനൊക്കെ എന്തോ ഒരു കുറവ്, ഒരു പേടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. 10-ാം ഭാവത്തിലാണെങ്കിൽ രാഹുവും കൂടിയാണ്. അപ്പോൾ കർമ്മസംബന്ധിയായ വൈഷമ്യങ്ങൾ, അല്ലെങ്കിൽ കർമ്മസ്ഥലത്ത് ചില മനോദുരിതങ്ങൾ, അല്ലെങ്കിൽ മനോവിഷമതകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം. ബുധൻ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അജീർണം തുടങ്ങിയ രോഗങ്ങൾ മൂലം ആരോഗ്യാവസ്ഥ അത്ര അനുകൂലമാവില്ല. ശ്രദ്ധിക്കുക. പിന്നെ മാനസിക പിരിമുറുക്കം കൂട്ടാം. എങ്കിലും 2-ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും, 11-ാം ഭാവത്തിൽ ശനി,
ഇതൊക്കെ ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. കുറച്ച് പരോപകാരത്വം കൂടും, പരോപകാരിയായി തീരും. മേലാധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. ശുക്രൻ 2-ൽ, അത് 6-ാം ഭാവാധിപനും കൂടി ആയതിനാൽ അന്യനാട്ടിൽ താമസിക്കാനുള്ള യോഗം ഉണ്ട്. ശനി 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. കാർഷിക വൃത്തിയിലൂടെ ധനലാഭം, കുടുംബസുഖം, ഇതൊക്കെ ശനി 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇടവക്കൂറുകാർക്കുണ്ട്. രാഹു ആണെങ്കിൽ 10-ൽ. അപ്പോൾ തൊഴിൽ രംഗത്ത് നമ്മുടെ തന്നെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ മുമ്പ് ചെയ്ത പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ മറ്റുള്ളവർ ശത്രുതാപരമായി പെരുമാറാനുള്ള ഒരു സമയം കൂടിയാണിപ്പോൾ. അതൊക്കെ ശ്രദ്ധീകരിച്ച് മുന്നോട്ട് പോവാം. മേലുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾക്ക് നിൽക്കാതിരിക്കുക. എങ്കിലും 2-ാം ഭാവത്തിൽ ശുക്രൻ, വ്യാഴം, ശനി 11, ഇതൊക്കെ ആഗ്രഹ സഫലീകരണവും വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഗുണവും ഒക്കെ ഉണ്ടാവേണ്ട സമയമാണ്. ശ്രദ്ധിക്കേണ്ടത് വ്യാഴം 2-ലാണെങ്കിലും ശുക്രൻ 2-ലാണെങ്കിലും വ്യാഴം അഷ്ടമാധിപനും കൂടിയാണ് ഇടവക്കൂറുകാർക്ക്. അപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ ഒരു തൃപ്തിക്കുറവ്, കിട്ടിയത് തികയാതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര ധനപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സമയത്തിൻ്റെ കുഴപ്പമാണ്. പിന്നെ ശാരീരിക അരിഷ്ടതകൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇടവക്കൂറുകാർക്ക്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മേലുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾക്ക് നിൽക്കരുത് തൊഴിൽപരമായിട്ട്, തൊഴിലിടത്ത്. കാരണം 10-ാം ഭാവത്തിൽ രാഹുവാണ്. അപ്പോൾ അത് കർമ്മസംബന്ധിയായ വൈഷമ്യങ്ങൾക്ക്, അതുമൂലമുള്ള മനോധുരിതങ്ങൾക്കൊക്കെ ഇടം നൽകുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ഇടവക്കൂറുകാർ മുന്നോട്ട് പോകാം. ഇതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, നെഗറ്റീവ് മാത്രം പറയുന്നുള്ള നിങ്ങൾക്ക് തോന്നണ്ട. ഇത് എടുത്തെടുത്ത് പറയുന്നത് ദോഷങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലായവർ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അടുത്ത മിഥുനക്കൂറുകാർ, മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ് മിഥുനക്കൂറ്. ഇവർക്ക് ബുധൻ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ബന്ധുക്കളുടെ സഹായം, ധനപരമായിട്ട് ഗുണം, കുടുംബസുഖം, ഇതൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. ലഗ്നത്തിൽ വ്യാഴാണ്, ശുക്രനാണ്. അപ്പോൾ ഒന്ന് വേർപിരിഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ വിരഹദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന സമയം കൂടിയാണ്. കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉറ്റവരിൽ നിന്നൊക്കെ ഒന്ന് വേർപിരിഞ്ഞ് നിൽക്കുക, ഒരു വിരഹദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയം. ധനപരമായ കാര്യത്തിൽ ഒരു തൃപ്തിക്കുറവ്, കിട്ടിയത് തികയാതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധനപരമായ കാര്യത്തിൽ. ധനപരമായിട്ട് ഗുണം ഉണ്ടാവുമെങ്കിലും നമ്മളുടെ ആവശ്യത്തിന് തികയാതെ വരിക എന്നൊരു തോന്നലുണ്ടാകുന്ന സമയമാണ്. 4-ാം ഭാവത്തിലാണെങ്കിൽ ചൊവ്വയാണ് സഞ്ചരിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വാഹന അപകടങ്ങൾ ഉണ്ടാകും. മാതൃദുരിതം, മാതാവിന് അത്ര അനുകൂലമല്ല, പ്രത്യേകിച്ച് മാതാവൊക്കെ ആയിട്ട് വാഹനത്തിൽ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ലഗ്നത്തിലെ വ്യാഴാണ്, ശാരീരിക അസ്വസ്ഥതകൾ ഒഴിയുന്നില്ല, അധിക ഉത്തരവാദിത്തങ്ങൾ ഒഴിയുന്നില്ല, പങ്കാളിയുടെ സഹായങ്ങൾ ലഭിക്കാവുന്ന സമയം. 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. 10-ാം ഭാവത്തിലെ ശനി ഉദ്യോഗലബ്ധിക്കും പദവികൾക്കും ഒക്കെ യോഗം നൽകും. പക്ഷേ അത് ജാതകത്തിൽ അനുകൂലം അല്ലെങ്കിൽ കർമ്മരംഗത്ത് വളരെ ക്ലേശ അനുഭവങ്ങളും അനുഭവിക്കേണ്ടി വരും. മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമല്ല 10-ലെ ശനി. കർമ്മരംഗത്ത് ഒരു അകാരണ ഭയം ഉണ്ടാവും. രാഹു 9-ാം ഭാവത്തിലാണ്. അപ്പോൾ പിതാവിന് അത്ര അനുകൂലമല്ല, അല്ലെങ്കിൽ പിതൃസ്ഥാനീയർക്ക് അത്ര അനുകൂലമല്ല. നമുക്ക് ധാർമ്മിക കാര്യങ്ങളിൽ ഒരു വിപ്രതിപത്തിയൊക്കെ തോന്നുന്ന സമയമാണ് ഈ 9-ാം ഭാഗ്യസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ 4-ാം ഭാവത്തിൽ കുജൻ, ചൊവ്വ, 9-ാം ഭാവത്തിൽ രാഹു, ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 4-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം. 3-ാം ഭാവത്തിൽ കേതു, 2-ാം ഭാവത്തിൽ ബുധനൊക്കെ ധനപരമായിട്ട് ഗുണം ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും മിഥുനക്കൂറുകാർക്ക് ഇല്ല, എങ്കിലും കിട്ടിയത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തികയാതെ വരുന്ന ഒരവസ്ഥയും ഇപ്പോൾ ഉണ്ട്. കാരണം 4-ലെ ചൊവ്വയൊക്കെയാണ്, മാതാവിന് അത്ര അനുകൂലമാവില്ല. ലഗ്നത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു. അപ്പോൾ വസ്ത്ര ആഭരണാദി ലാഭവും ഈ സമയത്തൊക്കെ ഉണ്ടാവാം. അടുത്തത് കർക്കിടകൂറ്, പുണർത്തത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകൂറ്. അവർക്ക് ഈ ശുക്രൻ 12-ൽ സഞ്ചരിക്കുമ്പോൾ ധനപരമായ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചൊവ്വ 3-ലും സഞ്ചരിക്കുന്നു. അപ്പോൾ ധനപരമായ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കർക്കിടകൂറുകാർക്ക്. 12-ാം ഭാവത്തിൽ വ്യാഴമാണ്. അപ്പോൾ ഗാർഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ചില പ്രശ്നങ്ങൾ വരാം. വാഹനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വരാം. അതൊക്കെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ബന്ധുഗുണവും മറ്റുള്ളവരുടെ സഹായങ്ങളും ഒക്കെ ലഭിക്കാവുന്ന സമയമാണ് കർക്കിടകൂറുകാർക്ക്. പക്ഷെ ബുധൻ ലഗ്നത്തിലാണ്, കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുകയാണ്. അത് 12-ാം ഭാവാധിപനും കൂടി ആയതുകൊണ്ട് വാക്കുകൾ മൂലം
ചില അനർത്ഥങ്ങൾ, ധനച്ചിലവുകൾ, വേർപിരിയലുകൾ ഒക്കെ ഉണ്ടാകേണ്ട സമയമാണ്. അതുകൊണ്ട് കർക്കിടകക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ച് വേണം വാക്കും പ്രവൃത്തിയൊക്കെ ഉപയോഗിക്കാൻ. രാഹുവാണെങ്കിൽ 8, ശനിയാണെങ്കിൽ 9. അപ്പോൾ ദേഹാരിഷ്ടതകൾ വിട്ടൊഴിയുന്നില്ല, പിതൃക്ലേശങ്ങൾ വിട്ടൊഴിയുന്നില്ല. ഭാഗ്യസ്ഥാനത്ത് ഒരു പാപഗ്രഹം സഞ്ചരിക്കുമ്പോൾ ഓർക്കാപ്പുറത്തുള്ള ചില ഭാഗ്യക്കേടുകൾ കർക്കിടകക്കൂറുകാർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അഷ്ടമാധിപനും കൂടിയാണ് ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നത്. വിചാരിച്ച കാര്യങ്ങളിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ പ്രോത്സാഹനം ചിലപ്പോൾ ലഭിക്കാതിരിക്കാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് അവരോടൊക്കെ ഒരു വിരോധം തോന്നാതെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ചിങ്ങക്കൂറുകാരുടെ കാര്യം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. അവർക്ക് വ്യാഴം 11, ശുക്രൻ 11. ധനപരമായിട്ട് ഗുണം ചെയ്യും. ഒരു ദേവിയാണ് ശുക്രൻ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണം ചെയ്യും. പക്ഷെ 2-ാം ഭാവത്തിൽ ചൊവ്വയാണ്. അപ്പോൾ ധനപരമായിട്ട് അധിക ചിലവുകൾ വരുത്തും. അതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. തൃപ്തിക്കുറവുണ്ടാവും സാമ്പത്തിക കാര്യങ്ങളിൽ. കാരണം 2-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ്. അഷ്ടമാധിപനും കൂടിയാണ് വ്യാഴം 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. അപ്പോൾ ധനപരമായ കാര്യങ്ങളിൽ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം ധനച്ചിലവുകൾ വരാവുന്ന സമയമാണ്. ശനിയാണെങ്കിൽ 8, രാഹു ആണെങ്കിൽ 7, ലഗ്നത്തിൽ കേതുവാണ്. ദേഹാരിഷ്ടതകൾ ഒഴിയുന്നില്ല, വിമർശനങ്ങൾ ഒഴിയുന്നില്ല, അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം. ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പിന്നെ പിതൃസ്ഥാനീയർക്ക് അനുകൂലമല്ല. ബുധനാണെങ്കിൽ 12-ാം ഭാവത്തിൽ ധനച്ചിലവുകൾ വരാവുന്ന സമയം. ലഗ്നത്തിലെ കേതുവും 7-ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്ത് സർപ്പവും രാഹുവും സഞ്ചരിക്കുമ്പോൾ നീച സംസർഗത്തിലൂടെ ധനച്ചിലവുകൾ, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ട് ധനച്ചിലവുകൾ വരാവുന്ന സമയമാണ്. പ്രണയബന്ധങ്ങളിൽ ഉലച്ചിലുകൾ വരാം. പിന്നെ ആരോഗ്യപരമായിട്ട് ശിരോരോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം. ത്വക്ക് രോഗങ്ങൾ, വയറ് സംബന്ധമായ രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ചിങ്ങക്കൂറുകാർക്ക്. ലഗ്നത്തിലാണെങ്കിൽ കേതുവാണ്. അപ്പോൾ കാര്യങ്ങൾക്ക് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾക്ക് അങ്ങനെ നടക്കണമെന്നില്ല, തടസ്സങ്ങൾ വരാം. പിന്നെ പങ്കാളിക്കാണെങ്കിലും ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല. ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ അലട്ടാവുന്ന സമയമാണ് ചിങ്ങക്കൂറുകാരുടെ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വ്യാഴം 11-ൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ശുക്രൻ 11-ൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അഷ്ടമാധിപനും കൂടിയാണ് വ്യാഴം. അപ്പോൾ ധനപരമായ കാര്യത്തിൽ എടുത്തു ചാടി ചിലവാക്കരുത്. അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത കന്യക്കൂറുകാരുടെ കാര്യം. ഉത്രത്തിൻ്റെ അവസാന 3/4 ഭാഗം, അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്യക്കൂറ്. ലഗ്നത്തിലെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം. അപകടങ്ങൾ, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ മാത്രമല്ല, റോഡ് ഒക്കെ മുറിച്ച് കിടക്കുമ്പോൾ ഇപ്പോൾ നടന്നു പോകുന്നവരെ പോലും വണ്ടിയൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന സമയമാണ്. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് പോവുക. ഈ പ്രായമായവരെയൊക്കെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക. അവരുടെ കൂടെ ഒരാൾ പോവുക. പിന്നെ മുറിവ്, പൊള്ളൽ, ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ ലഗ്നത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ. ശസ്ത്രക്രിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. 7-ാം ഭാവത്തിലാണെങ്കിൽ ശനി സഞ്ചരിക്കുന്നു. പങ്കാളിക്ക് അത്ര അനുകൂലമല്ല. നിവൃത്തി സ്ഥാനത്ത് ഒരു പാപഗ്രഹമാണ് സഞ്ചരിക്കുന്നത്. വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക. കർമ്മരംഗത്താണെങ്കിൽ ശുക്രൻ 10, വ്യാഴം 10. ഇത് രണ്ടും അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് അനുകൂലമല്ല. കാര്യതടസ്സങ്ങൾ ഉണ്ടാവാം. ആകെ ബുധൻ 11-ലും രാഹു 6-ലും സഞ്ചരിക്കുന്നതാണ് കന്യക്കൂറുകാർക്ക് ആകെ അനുകൂലമായിട്ടുള്ളത്. ഇപ്പോൾ പ്രവർത്തന മേഖലയിൽ ഒരു ഉത്സാഹവും ഒക്കെ ഉണ്ടാക്കിത്തരും. അത് ധനപരമായിട്ട് ഗുണം ചെയ്യും. കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ അമിതമായിട്ട് അകമഴിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക. കാരണം മറ്റുള്ളവരുടെ ഇടപെടലുകൾ നിമിത്തം ചില മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ലഗ്നത്തിലെ ചൊവ്വ, നിവർത്തി സ്ഥാനത്ത് ശനി, 2 പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയം, പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന സമയം. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോകാൻ കന്യക്കൂറുകാർ. അപകടങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. ജാതകത്തിലും കൂടി അനുകൂലം അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ താല്പര്യം തോന്നാവുന്ന സമയമാണ്. അതൊക്കെ ദോഷം ചെയ്യുന്ന സമയം കൂടിയാണ്.
അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കന്യാക്കൂറുകാർ. ഇനി അടുത്ത തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ഓഗസ്റ്റ് 5 മുതൽ 11 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ചിത്രയുടെ അവസാന പകുതി ചോദ്യവിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. ഇവർക്ക് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 9ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും ഒക്കെ ഉണ്ട്, ബുധനാണെങ്കിൽ 10ലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗുണം ചെയ്യും. പക്ഷേ പൂർവ്വപുണ്യസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്ന സമയമായതിനാൽ സാത്വികമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തടസ്സങ്ങൾ ഉണ്ടാക്കും. സാത്വികമായിട്ട് ചിന്തിക്കുക, അങ്ങനെ പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും നമ്മളെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ എടുത്ത് ചാടി, കാരണം 12ാം ഭാവത്തിൽ ചൊവ്വയാണ്. അപ്പോൾ എടുത്ത് ചാടി പ്രവർത്തിക്കും അല്ലെങ്കിൽ പറയും, ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സാത്വികമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും 5ലെ രാഹുവും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ തരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനഃപൂർവ്വം നമ്മളിത് മുൻകൂട്ടി അറിഞ്ഞ് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കാരണം സ്വഭാവത്തിൽ കുറച്ച് കാർക്കശ്യം കൂടും 12ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ. അത് കാരണം ചില അപവാദം ഇതൊക്കെ ഉണ്ടാകുന്ന സമയം. പിന്നെ ഈ 12ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ധനം തികയാതെ വരാം. പങ്കാളിക്ക് വേണ്ടിയിട്ട് ധനച്ചിലവുകൾ, സഹോദരങ്ങൾക്ക് ഗുണമല്ല. പിന്നെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, സന്താനങ്ങൾക്കും അത്ര അനുകൂലമല്ല. അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. അവരിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങളും ചിലപ്പോൾ നമുക്ക് നേടേണ്ടി വന്നേക്കാം. എങ്കിലും ശുക്രനും വ്യാഴമൊക്കെ 9ാം ഭാവത്തിൽ അപ്രതീക്ഷിത തീരുമാനങ്ങൾ ചില കാര്യങ്ങളിൽ എടുക്കും, അത് ഗുണം ചെയ്യും. 10ാം ഭാവത്തിൽ ബുധനുണ്ട്. ആശങ്ക, ധനപരമായിട്ട് വലിയ പ്രശ്നമൊന്നും തൊഴിൽ രംഗത്ത് ഇല്ലെങ്കിലും ചില ആശങ്കകൾ, ചിലരുടെ ഇടപെടലുകൾ നിമിത്തം, ചിലരുടെ വാക്കുകൾ നിമിത്തമൊക്കെ ചില ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല. നമ്മുടെ തന്നെ വാക്കുകൾ മൂലം ചില വൈഷമ്യങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകാം, അത് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ചൊവ്വ 12ലും കൂടിയാണ്. അപ്പോൾ സ്വഭാവത്തിൽ കാർക്കശ്യങ്ങൾ ഉണ്ടാവും. പിന്നെ പ്രവർത്തന വൈദഗ്ധ്യവും ധനപരമായ കാര്യങ്ങളൊക്കെ ഗുണം ചെയ്യുന്ന സമയമാണ് തുലാക്കൂറുകാർക്ക്. അതതുപോലെ മനസ്സിലാക്കി വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പിന്നെ വാഹനമൊക്കെ ആയിട്ട് ചൊവ്വ 12ൽ സഞ്ചരിക്കുമ്പോൾ വാഹനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാം. ആ വാക്ക് തർക്കങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ കുറച്ച് കാർക്കശ്യങ്ങൾ കൂടാം. നമ്മുടെ ഭാഗത്തു നിന്നാണ് തെറ്റെങ്കിലും നമ്മൾ മറ്റുള്ളവരെ തെറ്റുകാരാക്കാം. അതൊക്കെ നമുക്കിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരും. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. 5ാം ഭാവത്തിൽ വ്യാഴവും കൂടി രാഹുവും കൂടി സഞ്ചരിക്കുമ്പോൾ സാത്വികമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രയാസമാണ്. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ കരുതലോടെ, എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അതൊക്കെ വളരെ മാന്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പൊതുവേ ശുക്രനും വ്യാഴവും 9 സഞ്ചരിക്കുമ്പോൾ ഭാഗ്യമുള്ള ഈശ്വരാധീനമുള്ള സമയം തന്നെയാണ്. എങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി വളരെയധികം ശ്രദ്ധിച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. സ്വഭാവത്തിൽ ഒരു പ്രത്യേക വിനയം ഉണ്ടാക്കേണ്ടതുണ്ട് മനഃപൂർവ്വം തുലാക്കൂറുകാർ. ഇനി അടുത്ത വൃശ്ചികക്കൂറുകാരുടെ കാര്യം. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. ഇവർക്ക് അപ്രതീക്ഷിത യാത്രകൾ വരുന്ന സമയം. എങ്കിലും അഷ്ടമത്തിലെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ശാരീരിക മാനസിക ഉന്മേഷക്കുറവ് ഉള്ള സമയം കൂടിയാണ്. 4ാം ഭാവത്തിൽ രാഹുവാണ്. അസ്വസ്ഥമായ ഗൃഹാന്തരീക്ഷം എന്നാണ് പറയേണ്ടത്. രാഹു 4 സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളുടെ അഭിവൃദ്ധി, അത് കുടുംബത്തിൽ ഉള്ളവർ തന്നെയാവാം, ബന്ധുക്കളാവാം, മിത്രങ്ങളാവാം, തൊഴിൽ സ്ഥലത്തുനിന്നാവാം. അതൊക്കെ രാഹു 4 സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവേണ്ട കാര്യമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 10ലാണെങ്കിൽ കേതുവാണ്. തൊഴിൽ രംഗത്ത് ചില വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവും. ആദിത്യനാണെങ്കിൽ ഇപ്പോൾ 9ൽ സഞ്ചരിക്കുന്നു. പിതൃസ്ഥാനീയർക്ക് അനുകൂലമല്ല. ബുധൻ 9ൽ സഞ്ചരിക്കുന്നു. ദേഹാരിഷ്ടതകൾ വിട്ടൊഴിയുന്നില്ല. എങ്കിലും ലഗ്നാധിപനായ ചൊവ്വ 11ൽ, ശുക്രൻ 8ൽ, ധനപരമായിട്ട് ലാഭം ഉണ്ടാകുന്ന സമയം. എങ്കിലും പങ്കാളിയുടെ കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ഈ ലഗ്നാധിപൻ 11ൽ സഞ്ചരിക്കുമ്പോൾ, അതും കന്നി രാശിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രവർത്തന മേഖലയിൽ ഒരു ഊർജ്ജസ്വലതയും ഗുണമൊക്കെ ഉണ്ടാക്കുമെങ്കിലും വ്യാഴം 8ലാണ്. അപ്പോൾ അലസത വർദ്ധിക്കും, ശാരീരിക മാനസിക ഉന്മേഷക്കുറവുണ്ടാവും. പിന്നെ വിവാഹമായി ആലോചിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ വരാം. പ്രത്യേകിച്ച് സന്താനങ്ങളുടെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. ശനി 5ാം ഭാവത്തിലും കൂടിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അധിക ചിലവുകൾ വരാവുന്ന സമയം കൂടി ആയതിനാൽ അവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വൃശ്ചികക്കൂറുകാർക്ക് അത്യാവശ്യമാണ്. പൊതുവെ ലഗ്നാധിപൻ 11ലും ശുക്രൻ 8ലും, അതൊക്കെ ധനപരമായിട്ട് ഗുണം ചെയ്യും. എങ്കിലും 4ാം ഭാവത്തിൽ രാഹുവാണ്, 8ൽ വ്യാഴമൊക്കെയാണ്, 10ൽ കേതുവൊക്കെയാണ്. അപ്പോൾ
വളരെയധികം ശ്രദ്ധയോടെ കരുതലോടെയൊക്കെ പോകേണ്ട സമയമാണ് വൃശ്ചികക്കൂറുകാർ. ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി, നാമജപാതി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം. അടുത്ത ധനുക്കൂറുകാരുടെ കാര്യം. ധനുക്കൂറ് എന്ന് പറഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. 3-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നു. 7-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമ ബുധൻ. ഇതെല്ലാം ധനപരമായിട്ട് ഗുണം ചെയ്യും. അഷ്ടമ ബുധൻ ബുദ്ധിപരമായി പ്രവർത്തിക്കാൻ ഗുണം ചെയ്യും. അപ്പോൾ പ്രവർത്തന രംഗത്തൊരു ഊർജ്ജസ്വലതയും ഗുണകരമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ശേഷിയും ഒക്കെ കൊടുക്കും. യാത്രകളിലൂടെ സന്തോഷം ഉണ്ടാക്കും. എങ്കിലും അഷ്ടമത്തിലെ ആദിത്യൻ പിതാവിനത്ര അനുകൂലമല്ല. നമുക്കും ശാരീരിക അരിഷ്ടതകൾ വർദ്ധിപ്പിക്കും. 4-ാം ഭാവത്തിൽ ശനിയാണ്. കടബാധ്യത ഉണ്ടാവും. ചിലവ് വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ ചിലവ് വർദ്ധിക്കും. കടബാധ്യത ഒഴിയുന്നില്ല. 9-ാം ഭാവത്തിൽ കേതുവാണ്. അഷ്ടമത്തിൽ ആദിത്യനാണ്. പിതാവിനത്ര അനുകൂലമല്ല. പിതൃസഹായം കുറയും. പിതൃക്ലേശം വർദ്ധിപ്പിക്കും. പിതാവിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങൾ പ്രതീക്ഷിച്ച് ജീവിക്കണം. 7-ാം ഭാവത്തിൽ ശുക്രനാണ്. ദാമ്പത്യത്തിൽ പ്രണയകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. 10-ാം ഭാവത്തിലാണെങ്കിൽ ചൊവ്വയാണ്. തൊഴിൽ രംഗത്ത് ചില ആയാസം കൂട്ടാം. അധിക ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് എത്ര ചെയ്താലും നമുക്ക് അവർക്ക് മേലുദ്യോഗസ്ഥർക്ക് ഒരു തൃപ്തിക്കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ അപകീർത്തികരങ്ങളായ ചില കാര്യങ്ങൾ കേൾക്കേണ്ടി വരാം. ഇതൊക്കെ പ്രതീക്ഷിച്ച് പോകണം. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ 10-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സാഹസിക കാര്യങ്ങളിൽ താല്പര്യം തോന്നാം. അത് ഉപേക്ഷിക്കുക. 12-ാം ഭാവാധിപനും കൂടിയാണ് 10-ൽ. അപ്പോൾ നമ്മുടെ ധനവരവിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ധനവരവ് ഉണ്ടാകണമെന്നില്ല. തൊഴിൽ ഭാഗത്ത് നിന്ന് നമ്മുടെ മനോധൈര്യത്തിന് ഒരു കുറവൊക്കെ വരാവുന്ന സമയം. എങ്കിലും 7-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. ധനുക്കൂറുകാർക്ക് നിവൃത്തി സ്ഥാനത്ത് ലഗ്നാധിപൻ സഞ്ചരിക്കുമ്പോൾ, ചന്ദ്രൻ ലഗ്നാധിപൻ സഞ്ചരിക്കുമ്പോൾ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനും ധനുക്കൂറുകാർക്ക് കഴിയും. അടുത്ത മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. ഇവർക്ക് 9-ാം ഭാവത്തിൽ ചൊവ്വ, ലഗ്നാധിപനായ ശനി അതിനെ വീക്ഷിക്കുന്നു. അപ്പോൾ ധനപരമായിട്ട് ഗുണം, കുറച്ച് സാമർഥ്യം, ഈശ്വരഭക്തി ഇതൊക്കെ കൂടുന്ന സമയമാണ്. വ്യാഴവും ശുക്രനും 6-ാം ഭാവത്തിലാണ്. അത് അനുകൂലമല്ല. മനസ്വസ്ഥത കുറയ്ക്കും, ചിലവ് വർദ്ധിപ്പിക്കും. 2-ാം ഭാവത്തിലാണെങ്കിൽ രാഹു സഞ്ചരിക്കുന്നു. വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. വാക്ക് തർക്കങ്ങൾക്ക് ഒരിടത്തും മുതിരരുത്. അഷ്ടമത്തിലെ കേതുവും 6-ൽ വ്യാഴവും. ഈശ്വരാധീനം കുറയും. അപകട സാധ്യതകൾ ഉണ്ടാകുന്ന സമയം. വാഹനമൊക്കെ ഓടിക്കുന്നവർ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. വാക്ക് തർക്കങ്ങൾക്ക് മുതിരാതിരിക്കുക. സാഹസിക കാര്യങ്ങൾക്ക് മുതിരാതിരിക്കുക. ശുക്രനാണെങ്കിൽ 6-ാം ഭാവത്തിൽ, 5-ഉം 10-ഉം ഭാവാധിപനാണ് 6-ൽ. അപ്പോൾ തൊഴിൽ രംഗത്ത് ചില ശത്രുക്കളുടെ ഉപദ്രവവും സന്താനസ്ഥാനീയരിൽ നിന്ന് ചില മാനസിക പിരിമുറുക്കങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമയം കൂടിയാണ്. അവരുടെ ചില വാക്കുകൾ, പ്രവൃത്തികളൊക്കെ ചിലപ്പോൾ നമുക്ക് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോവാം. ശനിയാണെങ്കിൽ, ലഗ്നാധിപനായ ശനിയാണെങ്കിൽ 3-ാം ഭാവത്തിൽ മീനം രാശിയിലാണ്. അപ്പോൾ ആത്മീയ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയും. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യും. 9-ാം ഭാവത്തിൽ ചൊവ്വയും 6-ൽ വ്യാഴവും. ആരോഗ്യരംഗത്ത് ചില ദോഷങ്ങൾ വരുത്താം. പിതാവിന് അത്ര അനുകൂലമായിരിക്കില്ല. ത്വക്ക് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം. അഷ്ടമത്തിലെ കേതുവും ഈശ്വരാധീനം കുറയ്ക്കുന്ന സമയമാണ്. ആരോഗ്യരംഗത്തും ചില ദോഷങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മാറ്റിവെക്കാതെ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക മകരക്കൂറുകാർ അങ്ങനെ വരുന്ന സമയത്ത്. അടുത്ത കുംഭക്കൂറുകാരുടെ കാര്യം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പുഴുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. ഇവർക്ക് ശുക്രനും വ്യാഴവും പൂർവ്വ പുണ്യസ്ഥാനത്ത്. വ്യാഴം 2-ാം ഭാവാധിപനാണ്. 11-ാം ഭാവാധിപനാണ്. അത് 5-ൽ. ധനവരവുണ്ട്. മറ്റുള്ളവർക്ക് പരോപകാരത്വം ചെയ്യുന്നതിൽ താല്പര്യമുണ്ട്. ശനിയാണെങ്കിൽ 2-ാം ഭാവത്തിൽ. ധനപുഷ്ടിയുണ്ട്. ധനപരമായിട്ട് ഗുണമുണ്ട്. ശുക്രനാണെങ്കിൽ 5-ൽ. സന്താനങ്ങൾക്ക് ഗുണമാണ്. സന്താനങ്ങളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഗുണമാണ്. ബുധനാണെങ്കിൽ 6-ൽ. അതും വലിയ പ്രശ്നമില്ല. ശ്രദ്ധിക്കേണ്ടത് അഷ്ടമത്തിലെ ചൊവ്വയാണ്. അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറയുന്നത് 3-ഉം 10-ഉം ഭാവാധിപനായതുകൊണ്ട് തൊഴിൽ രംഗത്ത് വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. ശത്രുക്കൾ ഇപ്പോഴും ഉണ്ട്. അവർ നമുക്ക് ചില പാരകളൊക്കെ വയ്ക്കുന്നുണ്ട്. ശത്രുക്കൾ മൂലം കർമ്മവിഘ്നങ്ങളുണ്ട്. എങ്കിലും ധനപരമായിട്ട് ധനം ലഭിച്ചുകൊണ്ടിരിക്കും. ധനപരമായിട്ട് ഗുണമുണ്ട്. എങ്കിലും ശത്രുക്കളുടെ ചില പെരുമാറ്റങ്ങൾ നമുക്ക് മാനസിക
പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുന്ന സമയം തന്നെയാണ് കുംഭക്കൂറുകാർക്ക്. പിന്നെ കുടുംബത്തിലാണെങ്കിൽ പങ്കാളിയുടെ പെരുമാറ്റം മാനസിക സ്വസ്ഥത കെടുത്താം. വാഹനം ഓടിക്കുമ്പോൾ കുംഭക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കുക. ശനി 2-ാം ഭാവത്തിൽ 12ഉം 1ഉം ഭാവാധിപനായ ശനി 2-ലാണ്. രാഹു ആണെങ്കിൽ ലഗ്നത്തിലാണ്. അപ്പോൾ ശിരോരോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ശ്വാസമുട്ട് പോലെയുള്ള രോഗങ്ങളൊക്കെ, ത്വക്ക് രോഗങ്ങൾ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ വിഷവുമായി ബന്ധപ്പെട്ട് ചില ദോഷങ്ങൾ, അഗ്നി മൂലം ചില ദോഷങ്ങൾ, ആയുധവുമായി ബന്ധപ്പെട്ടുള്ള ചില അപകട സാധ്യതകൾ, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ തൊഴിൽ സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് തൊഴിലെങ്കിൽ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. 7-ാം ഭാവത്തിൽ നിവൃത്തി സ്ഥാനത്ത് കേതുവാണ്, പാപഗ്രഹമാണ്. അലസത വർദ്ധിപ്പിക്കും. കാര്യങ്ങളിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകണമെന്നില്ല, ചില തടസ്സങ്ങൾ വരുത്തും. പ്രത്യേകിച്ച് പറയാനുള്ളത് അഷ്ടമത്തിൽ ചൊവ്വയാണ്. എടുത്ത് ചാടി പ്രവർത്തിക്കരുത്, ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. എടുത്ത് ചാടിയുള്ള തീരുമാനങ്ങളും പ്രവർത്തികളും 10-ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. അപ്പോൾ തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ കുംഭക്കൂറുകാർക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. പൊതുവെ ഇവർക്ക് വ്യാഴം 5-ൽ, ശുക്രൻ 5-ലൊക്കെ ഉണ്ട്. അത് ഒരു പരിധിവരെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ കുറച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കും. എങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലട്ടും. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ, ആത്മീയതയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ തിരിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടും. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തത് മീനക്കൂറുകാരുടെ കാര്യം. ഉരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ്. ഇവർക്ക് 4-ാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്നത്. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് ചില ആഗ്രഹങ്ങളൊക്കെ നടക്കാം. വീട്ടിലേക്ക് ചില പുതിയ കാര്യങ്ങളൊക്കെ വാങ്ങാം. വീടിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടക്കാം. വാഹനവുമായി ബന്ധപ്പെട്ട് വ്യാഴം 4 സഞ്ചരിക്കുമ്പോൾ വാഹനം, ശുക്രനും കൂടി 4-ലാണ്. അപ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ട് ഗുണമാണ്. പ്രവൃത്തി വിജയവും ധനപരമായിട്ടൊക്കെ ഗുണം ചെയ്യും ഈ വ്യാഴവും 4-ലും ശുക്രൻ 4-ലൊക്കെ സഞ്ചരിക്കുമ്പോൾ. പക്ഷേ രോഗാരിഷ്ടതകൾ ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരാം, ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരാം. സന്താനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ആരോഗ്യം അത്ര അനുകൂലമല്ല. ചൊവ്വയാണെങ്കിൽ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവാം. ഒരു മാനസിക ഉന്മേഷക്കുറവ് ഉണ്ടാകുന്ന സമയം. മാതാവിന് അത്ര അനുകൂലമല്ല. ദാമ്പത്യ ജീവിതത്തിൽ ചില ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാം. ഉദരരോഗങ്ങൾ അലട്ടാം. ലഗ്നത്തിൽ ശനിയാണ്. 12-ാം ഭാവത്തിൽ രാഹുവാണ്. പ്രയത്നങ്ങൾക്കനുസൃതമായ ഫലപ്രാപ്തി ഉണ്ടാവണമെന്നില്ല. എങ്കിലും ഇപ്പോൾ ശുക്രനും വ്യാഴവും 4-ലായതാണ്. ശുക്രൻ്റെ 4-ാം ഭാവത്തിലെ സ്ഥിതി ഗുണം ചെയ്യും. ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ്. വാഹനവുമായി ബന്ധപ്പെട്ട് ഗുണമാണ്. പ്രവൃത്തി വിജയമൊക്കെ ഇപ്പോൾ ഉള്ള സമയമാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായിട്ട് ഇപ്പോഴും ദേഹാരിഷ്ടതകൾ വിട്ടൊഴിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒരു ചൊവ്വ 7-ലും കൂടി ആകുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ പറയുന്ന അർത്ഥത്തിൽ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കണമെന്നില്ല. അതുമൂലം ചില പ്രശ്നങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവാം. വേർപിരിഞ്ഞ് നിൽക്കാം, ഒറ്റപ്പെടാം. 7-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെടുത്തലുകൾ, അത് കൂട്ടു സംരംഭങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. 4-ാം ഭാവത്തിൽ വ്യാഴം മാതാവിന് അത്ര അനുകൂലമല്ല കേട്ടോ. അവർക്ക് ആരോഗ്യം അത്ര അനുകൂലമാവില്ല. അവർക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീനക്കൂറുകാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല. ശനി അനുകൂലമല്ലാത്തവർ ശാസ്താവിന് തൊട്ടടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലൊക്കെ പോയി യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുക. പഞ്ചാക്ഷരി ജപിക്കുക. വ്യാഴ അനുകൂലമല്ലാത്തവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ, കൃഷ്ണക്ഷേത്രത്തിൽ, വിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് യഥാശക്തി വഴിപാട്, പിന്നെ വഴിപാടൊന്നുമല്ല. കാരണം യഥാശക്തി വഴിപാടെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നാമജപമാണ്. നമ്മൾ വീട്ടിലിരുന്ന് സ്വയം നാമം ജപിക്കാതെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഇങ്ങനെ ഒരുപാട് ധനമൊക്കെ മുടക്കി പരിഹാരം ചെയ്തുകൊണ്ടൊന്നും ഒരു ഫലമില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ നാമം ജപിച്ചിട്ട് ഇതൊക്കെ ചെയ്തോളൂ. നിങ്ങളുടെ ധനപരമായ കാര്യത്തിൻ്റെ ഉയർച്ച അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നാമം ജപിക്കൂ. കലിയുഗത്തിൽ നാമജപമാണ് ഏറ്റവും പ്രധാനം.
അതാണ് ഒന്നാം സ്ഥാനം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്തോളൂ. നാമം ജപിക്കുക. അതുകൊണ്ട് തന്നെ ഒരു 75% മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള വേദാദി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ചാരവശാലുള്ള ഫലമാണ്. അതറിഞ്ഞ് കേൾക്കുക, താല്പര്യമുള്ളത് അതറിഞ്ഞ് മുന്നോട്ട് പോവുക. ദോഷ സമയമൊക്കെ പറഞ്ഞിരിക്കുന്നവർ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. നാമജപാതി കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുക. എപ്പോഴും നമ്മുടെ വാക്കും പ്രവൃത്തിയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, നമ്മൾ നിയന്ത്രിക്കുക. പലപ്പോഴും നമുക്ക് ദോഷമുള്ള സമയത്താണ് നമുക്ക് എടുത്തു ചാടി പ്രവർത്തിക്കാനും എടുത്തു ചാടി വാക്പ്രയോഗങ്ങൾ നടത്താനും നാലാൾ വഴക്കോടിനടുത്ത് പോയിട്ട് നമ്മൾ നടക്ക് കയറി അവസാനം നമ്മുടെ തലയിലാവുന്ന സംഭവമൊക്കെ വരുന്നത് അങ്ങനെയുള്ള സമയത്താണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കി നാമജപാതി കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ചെയ്ത് എല്ലാവരും കൂടിയൊക്കെ ചെയ്ത് ഐശ്വര്യമായിട്ട് ജീവിക്കാനായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും